ബിഗ് ബോസ് സീസൺ 6 അങ്ങനെ ബിഗ് ബോസ് സീസൺ 6 എന്ന മാമാങ്കത്തിന് തുടക്കം കുറിക്കാനായിട്ട് ഇനി വെറും 9 ദിവസം കൂടെയുള്ളൂ. ഇന്ന് മാർച്ച് 10 നമ്മളെല്ലാവരും കാത്തിരുന്ന ബിഗ് ബോസ് പ്രേമികൾ കാത്തിരിക്കുന്ന ആ മെഗാ ഷോ ആരംഭിക്കുന്നത്. ഗ്രാൻഡ് ലോഞ്ച് 7 മണിക്കാണ്. അപ്പോൾ എന്നിട്ട് പറയാ, നമ്മുടെ ചാനലിന്റെ ഭാഗത്തു നിന്നുള്ള കൺഫർമേഷനൊക്കെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. മാർച്ച് 10 തന്നെയാണ് നമ്മുടെ ബിഗ് ബോസ് ആരംഭിക്കുന്നത്. 7 മണിക്ക്, ഞായറാഴ്ച 7 മണിക്കാണ്. അപ്പൊ പിന്നെ ഇനി എന്താണ്, ഇനി നമ്മൾ ഏതൊക്കെ കണ്ടസ്റ്റന്റ് അതിലുണ്ടാകുമെന്നുള്ള ചർച്ചകളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വലിയ വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് പേര് അത് കൺഫേം ചെയ്തു വരുന്നുണ്ട്. നമ്മുടെ മുൻ ബിഗ് ബോസ് താരം റോൺസൺ വെൽക്കം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കണ്ടസ്റ്റന്റ്സിന്റെ പേരൊക്കെ ഇങ്ങനെ ഇൻസ്റ്റ സ്റ്റോറിയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അവരൊക്കെ വരുമോ വരില്ല എന്നൊക്കെ നമുക്ക് ഷോ തുടങ്ങിയാൽ തന്നെയാണ് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളെ ഏകദേശം പ്രഡിക്റ്റ് ചെയ്ത ആൾക്കാരൊക്കെ തന്നെയാണ് റോൺസൺ കൺഫർമേഷൻ പറഞ്ഞിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വരാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മുടെ ബിഗ് ബോസ് പ്രേമികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇടുന്നതാണോ എന്നും അറിയില്ല. എന്തായാലും കുറച്ചു പേരെ നമുക്ക് ഏകദേശം കൺഫേംഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചു പേര് പ്രഡിക്ഷനിൽ കിടക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ എല്ലാം അവസാനം ഇവരൊക്കെ ഉണ്ടാകുമോ എന്നുള്ളതിന്റെ ഉത്തരം പറയണമെങ്കിൽ നമ്മുടെ ഷോ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് അത്രയധികം രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന ഒരു ഷോയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത്രയും നാൾ നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത രീതിയിലൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ സീസണിൽ ഞാൻ കൊടുത്തിട്ടുള്ള ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഏകദേശം കൺഫേംഡ് ആയിട്ടുള്ള ഒരുപാട് പേരെ നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ഒരു 21 എബോവ് പേരെ നമ്മുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരുപാട് പേര് കൺഫേംഡ് ആയി, കൺഫർമേഷൻ കിട്ടി, ചെന്നൈയിലേക്ക് പോകാൻ അവർ പെട്ടൊക്കെ പാക്ക് ചെയ്ത് സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പേരെ, പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന കുറച്ച് പേര്, അങ്ങനെ കുറച്ച് പേരുടെ ലിസ്റ്റ് ഒക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇനിയും നമ്മുടെ ബിഗ് ബോസിന്റെ അപ്ഡേഷൻ ഇടാണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. കാരണം പ്രൊഡിക്ഷൻ ലിസ്റ്റ് ഒക്കെ ഇനി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അവർ കയറുമ്പോഴായിരിക്കും ഞാൻ പ്രൊഡിക്ഷൻ ലിസ്റ്റ് ഇട്ടിട്ട് കാര്യമില്ല. അപ്പൊ അതിന് മുമ്പ് ഇടണ്ടേ. അപ്പൊ അങ്ങനെ എന്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റ് ശരിയായിട്ടുണ്ട്. ഇനി കൺഫേംഡ് ആയിട്ടുള്ള ആൾക്കാരെ വരും ദിവസങ്ങളിൽ, അതായത് 100% നമുക്ക് കിട്ടുന്ന ആൾക്കാരെ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് പ്രൊഡിക്ഷൻ ലിസ്റ്റിലേക്ക് പോയാലോ. ഫസ്റ്റ് തന്നെ ഞാൻ പറയാൻ പോകുന്ന പേര് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊന്നും അങ്ങനെ ഞാൻ പറഞ്ഞു കേൾക്കാത്ത ഒരു പേരാണ്. പക്ഷെ അത് ഏകദേശം കൺഫേംഡ് ആയി എന്ന് അറിയാൻ പറ്റുന്ന ഒരാളാണ് ഡോക്ടർ ഷിനു ശ്യാംളൻ. അതായത് ഡോക്ടറാണ്, ആക്ടറാണ്, ആക്ടിവിസ്റ്റ് ആണ്. ഒരുപാട് വിവാദങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഷിനു എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ ഷിനു സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസിൽ ഈ പ്രാവശ്യത്തിൽ ഉണ്ട് എന്നുള്ള രീതിയിലാണ് അറിയാൻ സാധിച്ചത്. അടുത്തത് പേര് പറയാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നുള്ള ജാൻമണീനെയാണ്. ജാൻമണിയും ഓഡിഷനൊക്കെ അറ്റൻഡ് ചെയ്ത് ബിഗ് ബോസിലേക്ക് വരാൻ ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. ഇനിയിപ്പോ ഏകദേശം ഒരു നമുക്ക് വിശ്വസിക്കാൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു കൺഫർമേഷനാണ് ജാൻമണിയുടെ കാര്യത്തിൽ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലെ. ഇനി പിന്നെ വരാൻ പോകുന്നത് ജിൻഡോനാണ്. ജിൻഡോ എന്ന് പറയുന്നത് ഒരു ജിം ട്രെയിനറാണ്, ബോഡി ബിൽഡറൊക്കെയാണ്. നമ്മുടെ ഇപ്പൊ വ്യക്തമായിട്ട് പറയണമെങ്കിൽ നമ്മുടെ ഹനാന്റെ ഒക്കെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിൽ ഹനാനൊക്കെ ട്രെയിൻ ചെയ്യിച്ച ആളാണ് ജിൻഡോ. പിന്നെ ഞാൻ പ്രഡിക്ഷൻ ലിസ്റ്റ് 1 തൊട്ട് ഇട്ടിട്ടുള്ള ഒരു പേരാണ് ഏറ്റവും ഫസ്റ്റത്തെ ഇതില്, അതായത് ബിഗ് ബോസ് സീസൺ 6ന്റെ ചർച്ച ആരംഭിച്ചപ്പോൾ തൊട്ടുള്ള ഒരു പേരാണ് നമ്മുടെ ബ്യൂട്ടി ബ്ലോഗറായ യൂട്യൂബറും ഒക്കെ ആയ ജാസ്മിൻ ജാഫർ ഏകദേശം ഒരു 99% കൺഫേംഡ് ആണ് എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. ഇനി ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മാറ്റം വരുത്തിയാലേ ഉള്ളൂ. പക്ഷെ ജാസ്മിനും ഏകദേശം കൺഫേംഡ് ആണ് എന്ന് തന്നെ അറിയാനുള്ളത്. പിന്നെ ഒരു ആങ്കറാണ്, നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതയായ വെറൈറ്റി മീഡിയയിലെ ആങ്കർ പൂജയാണ്. പൂജ കൃഷ്ണയും ബിഗ് ബോസ് സീസൺ 6ലേക്കുള്ള എൻട്രി കിട്ടി നമ്മുടെ ചെന്നൈയിലേക്ക് യാത്ര തിരിക്കാനുള്ള ഒരു പുറപ്പാടിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ആക്ടറായ ശരണ്യ ആനന്ദ്, കുടുംബവിളക്ക് ഫെയിം, കുടുംബവിളക്കിലെ കുറേയധികം ശ്രദ്ധ നേടിയ ഒരു ആന്റി റോളിലൊക്കെ അഭിനയിച്ച ആളാണ് ശരണ്യ ആനന്ദും ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ 6ലേക്ക് കൺഫേംഡ് ആയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ യമുന റാണി, നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് തൊട്ടേ സീരിയലുകളിലും സിനിമയിലും ഒക്കെ ഉള്ള ആളാണ് യമുന റാണി. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർ മാജിക് ഫെയിമിൽ നിന്നും ഉള്ള ഒരാളാണ് ഡയാന ഹമീദ്. ഫിലിം ആക്ട്രസ് ആണ്, അതേ ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഡയാന ഹമീദും ഈ ബിഗ് ബോസ് സീസൺ 6ലേക്ക് എൻട്രി കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. ഏകദേശം ഒരു 18% കൺഫേംഡ് ആണ് ഡയാന ഹമീദ്.
അതുപോലെ തന്നെ വേറൊരു സ്റ്റാർ മാജിക് ഫെയിം തന്നെയാണ് ജസീല. പക്ഷെ സി കേരളം 5-ലുള്ള ഒരു സീരിയലിൽ അനുരാഗ ഗാനം പോലെ എന്നുള്ള സീരിയലിൽ ഇപ്പോൾ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു സീരിയൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ജസീലയും കൺഫേംഡ് ആയ രീതിയിലാണ് നമുക്ക് വാർത്തകൾ കേൾക്കാൻ കഴിയുന്നത്. അപ്പൊ ജസീലനെ നമുക്ക് ബിഗ് ബോസ് സീസൺ 6 പ്രതീക്ഷിക്കാം. പിന്നെ വരുന്നത് രാധിക നായരാണ്. രാധിക നായർ കഴിഞ്ഞ വർഷം നമ്മുടെ ബിഗ് ബോസ് സീസൺ 5 പ്രസ് മീറ്റിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നതാണ്. മീഡിയ ഇതിൽ നിന്നാണ് വരുന്നിട്ടുള്ളത് രാധിക നായർ. പിന്നെ വരുന്നത് നമ്മുടെ മല്ലു ജേഡി കഴിഞ്ഞ വർഷത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ഈ വർഷം അദ്ദേഹം ബിഗ് ബോസ് സീസൺ 6 പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കൺഫേംഡ് ആയി എന്നുള്ള രീതിയിൽ തന്നെയാണ് അറിയാൻ കഴിയുന്നത്. മുകേഷ് നായർ എന്ന് പറഞ്ഞ മല്ലു ജേഡി യൂട്യൂബർ ആണ്. അപ്പൊ അദ്ദേഹത്തെയും നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്തായാലും ഉണ്ടാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അതുപോലെ അടുത്ത ആളാണ് നമ്മുടെ അപ്സര ആൽബി, നമ്മുടെ ജയന്തിയെടുത്തി. എന്തായാലും അപ്സര സ്വാതന്ത്ര്യം രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയാവും ബിഗ് ബോസിൽ. എന്തായാലും അങ്ങനെ ആയിരിക്കില്ല, കാരണം അപ്സരയുടെ റിയൽ ക്യാരക്ടർ ആയിരിക്കുമല്ലോ ബിഗ് ബോസിൽ ഉണ്ടാവുക. സ്വാതന്ത്ര്യത്തിലെ ആളൊരു ക്യാരക്ടറാണല്ലോ, അപ്പൊ എന്തായാലും അങ്ങനെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. ഇനി റിയൽ ക്യാരക്ടർ എങ്ങനെയാന്നുള്ളത് നമുക്ക് ബിഗ് ബോസിൽ വന്നാൽ തന്നെയാണ് അറിയാൻ പറ്റുള്ളത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്സരയും ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ 6 ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ നമ്മുടെ ഉപ്പും മുളകും ഫെയിമായ ഋഷി മുടിയനും ഉണ്ടെന്ന് കേൾക്കുന്നു, അതേപോലെ തന്നെ ഇല്ല എന്നും പറയുന്നു. പക്ഷെ നമുക്ക് വെയിറ്റ് ചെയ്യാം, ഋഷിനെയും നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ചെറിയൊരു ചാൻസും ഋഷിക്ക് ഉണ്ട്. പിന്നെ സിജോ ടോക്സിലെ സിജോ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്, യൂട്യൂബറായ സിജോ. അടുത്തത് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്ന അനീഷ നായർ, റൈഡർ ഗേള്. ഒരുപാട് പ്രഡിക്ഷൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ലിസ്റ്റിലൊക്കെ നമ്മൾ 1, 2, 3 ഇട്ടിട്ടുള്ള ഒരു പേരായിരുന്നു നമ്മുടെ ഈ അനീഷ നായരുടെ. ഈ പ്രാവശ്യവും അനീഷ നായർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിലെങ്കിലും അനീഷ നായർ ഉണ്ടാവട്ടെ, കാരണം നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കല്ലേ. അപ്പൊ എന്തായാലും ഏകദേശം കൺഫേംഡ് ആയി എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത്. അനീഷ നായർ നമുക്ക് വെയിറ്റ് ചെയ്യാൻ എന്തായാലും. പിന്നെ നമ്മുടെ സീതാ കല്യാണം ഫെയിമായ നമ്മുടെ ജീതു വേണുഗോപാൽ കൺഫേംഡ് ആയി എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് 1 തൊട്ടുണ്ട്. അതേപോലെ തന്നെ ബിഗ് ബോസിന്റെ ഒരുവിധ എല്ലാ സീസണിലും സീതാ കല്യാണം എന്നുള്ള സീരിയലിൽ നിന്നുള്ള ആക്ട്രസ് ഉണ്ടായിരുന്നു. ധന്യ ഉണ്ടായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം റെനീഷ ഉണ്ടായിരുന്നു, അതിനു മുമ്പ് അനൂപ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ഈ പ്രാവശ്യം ജീത്തുനാണ് ബിഗ് ബോസിലേക്ക് ചാൻസ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഏകദേശം കൺഫേംഡ് ആയി എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നത്. അടുത്ത പേര് പറയുന്നത് ജീവ നമ്പ്യാരാണ്. ജീവ നമ്പ്യാർ നമ്മുടെ മിസ് സൗത്ത് ഇന്ത്യ വിന്നറാണ്. അപ്പൊ ജീവ നമ്പ്യാരും ബിഗ് ബോസ് സീസൺ 6 കൺഫേംഡ് ആയി എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് പേര് കൺഫേംഡ് ആയി എന്ന് പറയുന്നുണ്ട്, പക്ഷെ 100% കൺഫേംഡ് ആയിട്ടെന്നല്ല പറയുന്നത്. ഒരു 99% ആയിട്ടുള്ളവർ ഞാൻ വളരെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം നമുക്ക് ഉറപ്പിക്കാമെന്നുള്ള രീതിയിലുള്ളത്. ബാക്കിയുള്ളവരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് അറിയാം, ബിഗ് ബോസ് എന്ന് പറയുന്നത് ഏറ്റവും അവസാന നിമിഷം വരെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ്. ഏറ്റവും അവസാനം നമ്മുടെ സ്റ്റേജിൽ കയറുമ്പോൾ വരെ ട്വിസ്റ്റുകൾ നടക്കുന്ന ഒരു ഷോയാണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ 6. അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നത് കൊണ്ടാണ് നമ്മൾ 100% എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഷോ തുടങ്ങുന്നേക്കാളും കുറച്ച് മണിക്കൂറുകൾ മുമ്പോ അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പോ ഒക്കെ നമുക്ക് 100% കൺഫർമേഷൻ കിട്ടാറുണ്ട്. അപ്പൊ അങ്ങനെ കിട്ടുകയാണെങ്കിൽ എന്തായാലും നമുക്ക് പറയും. അത് നമുക്കൊരു എന്തായാലും നമുക്ക് ആരായിരിക്കും ഈ പ്രാവശ്യത്തെ സീസണിൽ ഉണ്ടാവുക എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് എന്തായാലും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലെ. അപ്പൊ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലെ അതിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള അമേയ പ്രസാദ് ഇതേപോലെ തന്നെ ഓഡീഷനൊക്കെ അറ്റൻഡ് ചെയ്ത് ഏകദേശം കൺഫേംഡ് ആയി എന്നുള്ള രീതിയിൽ തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അമേയ പ്രസാദിന്റെ ഒപ്പം തന്നെ ശീതളിനും ഒരു കൺഫർമേഷൻ കിട്ടി എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെയാണ് ശീതളിനും ഏകദേശം കൺഫേംഡ് ആയി എന്നുള്ള രീതിയിലാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അടുത്തതായി നമ്മുടെ സ്റ്റാർ മാജിക് ഫെയിം എന്ന് മാത്രം പറയാൻ പറ്റില്ല, മാപ്പിളപ്പാട്ട് പാടുന്ന നമ്മുടെ കൊല്ലം ഷാഫി. കാരണം അദ്ദേഹത്തിന്റെ മാപ്പിളപ്പാട്ടൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ളതാണ്. അപ്പൊ കൊല്ലം ഷാഫിയും ബിഗ് ബോസിലേക്കുള്ള എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പിന്നെ കേൾക്കുന്ന ഒരു പേരാണ് ശ്രുതി സത്യൻ, ആക്ടറാണ്. ശ്രുതി സത്യനും ബിഗ് ബോസ് സീസൺ 6 ഒരു എൻട്രിക്ക് വെയിറ്റ് ചെയ്യാന്നാണ് അറിയാൻ സാധിച്ചത്. അതേപോലെ തന്നെ ബിനോയ് വർഗീസിനും ഇതേപോലെ തന്നെ വളരെയധികം ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് ഇപ്പോഴും റിപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
അങ്ങനെ ബിഗ് ബോസ് സീസൺ 6ലേക്ക് വരാനായിട്ട് പെട്ടിയൊക്കെ ഒതുക്കി വെച്ചിരിക്കുന്ന ആൾക്കാരുടെ പേരാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പറഞ്ഞത്. ഇതിൽ എങ്ങനെ പോയാലും ഒരു 99% ആൾക്കാർ നമ്മുടെ ബിഗ് ബോസ് സീസൺ 6ൽ ഉണ്ടാകും എന്നുള്ളത് കൺഫേംഡ് ആണ്. കാരണം ഇതിൽ 100% ബിഗ് ബോസിലേക്ക് സെലക്ഷൻ കിട്ടിയവരുണ്ട്, സെലക്ഷൻ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ട്, മറ്റേ വൈൽഡ് കാർഡ് എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ട്. അപ്പൊ എന്തായാലും ഇത്രയും ലിസ്റ്റിലുള്ള ഒരുവിധം ആൾക്കാരൊക്കെ നമ്മുടെ ബിഗ് ബോസ് സീസൺ 6ലേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാം നമുക്ക്. പിന്നെ അതിൽ കുറച്ച് പേര് പറഞ്ഞിരിക്കുന്ന ഒരു പേരാണ്, അത് ഞാൻ വിട്ടുപോയി പറയാൻ, നമ്മുടെ രാജീവ് പരമേശ്വരൻ, നമ്മുടെ ബാലേട്ടന്റെ പേരാണ്. പക്ഷെ ഒരു 50% മാത്രമാണ് ആൾക്ക് ചാൻസ് ഉള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാൻസ് മീൻസ് ഞാൻ കൊടുക്കുന്നതല്ല, കാരണം അദ്ദേഹം ഓൾറെഡി ഒരു സീരിയലിൽ ഇപ്പോൾ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്വാതന്ത്ര്യം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വേറൊരു പ്രൊജക്റ്റിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം വരാൻ ചാൻസ് കുറവാണ്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായി ചർച്ച ചെയ്യുന്നുണ്ട് രാജീവ് പരമേശ്വരനുണ്ട് നമ്മുടെ ബിഗ് ബോസ് സീസൺ 6ലേക്ക് എന്നുള്ളത്. എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അദ്ദേഹത്തിനും ഒരു എൻട്രി ഉണ്ടോ എന്നുള്ളതിന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ സീസൺ 4 ബിഗ് ബോസ് സീസൺ 4ത്തെ റോൺസൺ ഒരുപാട് പേരെ കൺഫേം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ബിഗ് ബോസ് സീസൺ 6ലേക്ക് വെൽക്കം വെൽക്കം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അത് എത്രത്തോളം നടക്കുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാരണം ബിഗ് ബോസ് സീസൺ 6 എന്നല്ല, ഏത് ബിഗ് ബോസ് ആയാലും അതിനൊരു രഹസ്യമായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്. കാരണം ഇത്ര പരസ്യപ്പെടുത്തിക്കൊണ്ട് അവരൊരിക്കലും ഒരു കണ്ടസ്റ്റന്റിനെ പറയാറില്ല. പക്ഷെ സീസൺ 4ത്തെ ഒരു കണ്ടസ്റ്റന്റാണ് അദ്ദേഹം. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്ന് പറയണതെന്നൊന്നും അറിയില്ല. ഇനിയിപ്പം നമ്മുടെ ബിഗ് ബോസ് പ്രേമികളെയൊക്കെ ഒന്ന് എന്താ പറയാ പറ്റിക്കാനാണോ ഇനി അത് റിയൽ ആണോ എന്നൊക്കെ ഉള്ളത് സീസൺ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും അതൊരു ചർച്ച ആയിട്ടുണ്ട്. ഇനി ചിലപ്പോൾ നമ്മുടെ അണിയറ പ്രവർത്തകരും റോൺസിനൊക്കെ ആയിട്ടുള്ള ഒരു കയ്യപ്പാണോ എന്നൊന്നും അറിയാൻ പറ്റില്ല. കാരണം നമ്മുടെ ചർച്ചയിൽ വന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചർച്ച നടന്നാൽ മാത്രമാണ് ബിഗ് ബോസ് ആരാധകരൊക്കെ ഒന്ന് ഉണരുള്ളൂ. ഇയാളുണ്ടോ എന്നുള്ളത് മുൻകൂർ. ഇപ്പൊ റോൺസിനൊക്കെ വന്ന് പറയുന്നത് വിചാരിക്കുമ്പോ എന്തായാലും അയ്യോ ഇത് കൺഫേംഡ് ആയിട്ടാണ് എന്നുള്ളത് ഒരുവിധം ആൾക്കാരും വിചാരിക്കും. ഇനി ചിലപ്പോൾ കൺഫേംഡ് ആയിരിക്കും, ഞാൻ അല്ലാന്നും പറയുന്നില്ല ആന്നും പറയുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നണില്ല അങ്ങനെ വന്ന് പറയുമെന്നുള്ളത്. ഇനി അറിയില്ല, പക്ഷെ റോൺസന് പറയാം. കാരണം റോൺസൺ കണ്ടസ്റ്റന്റ് അല്ല, ഒരു വർഷം മുന്നത്തെ കണ്ടസ്റ്റന്റ് ആണ്. അപ്പൊ അതുകൊണ്ടൊന്നും അവർക്ക് വേറെ ലിമിറ്റേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ആളറിഞ്ഞപ്പോൾ പറയുന്നതായിരിക്കും. എന്താണെന്നൊന്നും അതിനെ പറ്റിയിട്ട് അറിയില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കൺഫേംഡ് ആയിട്ടുള്ള കുറച്ച് പേരുണ്ട്. അതിൽ ഇന്ന് സ്റ്റോറിയിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഡയാന ഹമീദ്, അതുപോലെ തന്നെ കൃഷ്ണ. അയ്യോ ഞാൻ നേരത്തെ വിട്ടുപോയ ഒരു പേരാണ് കൃഷ്ണ. അറിയാം, ഫിലിം ആക്ട്രസ് ആണ്, സീരിയൽ ആക്ട്രസ് ആണ്, അല്ല ആക്ടറാണ് സോറി, കൃഷ്ണ. അതേപോലെ തന്നെ യമുന റാണി, അതുപോലെ നമ്മുടെ അപ്സര ആൽബീനൊക്കെയാണ് ഇന്ന് നമ്മുടെ റോൺസൺ കൺഫേം ചെയ്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ രാജീവ് പരമേശ്വരൻ അദ്ദേഹം ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെ അദ്ദേഹം ചെന്നൈയിൽ തന്നെ ആണ് ഇപ്പോൾ. അത് റോൺസൺ സ്റ്റോറി ഇട്ടുള്ളത് വെച്ചിട്ട് പറയുന്നതാണ്, ചെന്നൈയിലാണ്. പക്ഷെ അദ്ദേഹം ഒരു പ്രൊജക്റ്റിലാണ്, അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ പ്രതീക്ഷിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി അറിയില്ല എത്രത്തോളം ഈ പറഞ്ഞ കണ്ടസ്റ്റൻസ് ഉണ്ടാവും എന്നുള്ളതും. പക്ഷെ നമ്മളെ പ്രഡിക്ഷൻ ലിസ്റ്റ് ഇപ്പൊ റോൺസൺ പറയാത്ത തന്നെ പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് തന്നെയായിരുന്നു ഈ യമുന റാണിയും പിന്നെ അപ്സര ആൽബി ഒക്കെ ഉള്ളത്. അപ്പൊ അവരും ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അതിപ്പോ റോൺസൺ ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്കത് വെയിറ്റ് ചെയ്ത് കാണാൻ തന്നെ വേണം ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളത്. എന്തായാലും ഇതാണ് ഇനി എന്റെ ഇപ്പോൾ ആദ്യം ഞാനൊരു പ്രഡിക്ഷൻ ലിസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. ഇത് രണ്ടാമത്തെ പ്രഡിക്ഷൻ ലിസ്റ്റ് ആണ്. ഏകദേശം കൺഫേംഡ് ആയിട്ടുള്ള പ്രഡിക്ഷൻ ലിസ്റ്റ് ആണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ബിഗ് ബോസ് സീസൺ 6നായിട്ട്. കാരണം ഇവരൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി പുതിയൊരു അപ്ഡേഷനൊക്കെ ആയിട്ട് വരാം. അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷനൊക്കെ ആയിട്ട് ഇനി വരാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.